വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഭയങ്കര സ്പെഷ്യൽ വ്ളോഗാണ്. കാര്യം എല്ലാ വർഷവും ഈ ഒരു ഡിസംബർ മന്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മന്താണ്. നല്ലൊരു കാറ്റും നല്ല പ്രത്യേകിച്ച് രാത്രി നമ്മുടെ സ്കൈ മൂണൊക്കെ കാണാൻ നല്ല ഭംഗി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മന്ത്. അത് മാത്രമല്ല ഒരു വർഷം കഴിയാൻ പോവാണ്, അടുത്തൊരു വർഷത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ എത്തുന്ന ആ ഒരു ടൈമാണല്ലോ ഈ ഒരു ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസംബർ മന്ത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് മാത്രമല്ല ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്മസ് ഇല്ലാതെ എന്ത് ആഘോഷം. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് പ്രയർ ആയിട്ട് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു 10 days ഇപ്പോൾ ഇന്നിപ്പോൾ 15 ആയി. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് നമ്മൾ വിചാരിച്ചൊരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാം. എല്ലാ വർഷവും ചെയ്യുന്നത് നമ്മൾ സ്റ്റാറും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്ത് ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷത്തോട്ടോ സെറ്റ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുന്നേ വരെ പുൽക്കൂടും സ്റ്റാറൊക്കെ ആയിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ കൂടെ എക്സ്ട്രാ നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ക്രിസ്മസ് നമുക്കിങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്യാം. ആ ഒരു ഇതൊക്കെ ഇട്ട് നമ്മുടെ ക്രിസ്മസ് വൈബ് വീട്ടിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇത്തവണ ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെടിച്ചട്ടിയൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഏരിയയിൽ നമുക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി വെൽക്കം ബാക്ക്. Be afraid, everything will change. You and I jumping off the edge. They say dreamers never die. So come and fly, come and fly, come and fly away with me. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് ആക്ച്വലി ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇന്ന് തന്നെ പോയി ഷോപ്പ് ചെയ്ത് ഇന്ന് തന്നെ ഈ വ്ളോഗ് എല്ലാം സെറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും അമ്മയും കൂടി ഇടയ്ക്ക് വെച്ചൊന്ന് കൊല്ലത്ത് പോയി. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിച്ചോളാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എൻ്റെ അനിയത്തി ഇവിടെ ക്ലിയർ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ സാധനം വാങ്ങി. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് വ്ളോഗും കൂടെ നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കുറേ കഴിഞ്ഞ തവണ വാങ്ങിച്ച കുറച്ച് ബോൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത്തവണ വാങ്ങിച്ച കുറേ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റാർ ഇപ്പോൾ കുറച്ച് നേരം പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നോളൂ. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ പോയി വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഒരു പേപ്പർ സ്റ്റാർ ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് LED സാധനങ്ങളുടെ കൂടുതൽ ഇഷ്ടം പേപ്പർ സ്റ്റാറാണ്. അപ്പോൾ അതാണ് അതിനൊരു ഭംഗി എന്നാണ് എൻ്റെ അമ്മയുടെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പേപ്പർ സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട്. LED സ്റ്റാർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഈ ബോൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ നമ്മുടെ ക്രിസ്മസ് ട്രീ പുൽക്കൂട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ ഈ പുൽക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ ചെടിച്ചട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ നിങ്ങൾ ഷോപ്പിംഗ് വീഡിയോ കണ്ട പോലെ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണിത്. ഈ ഒരു എന്താ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ഇതാ കണ്ടില്ലേ ഈ ഒരു ഗിൽട്ടർ സാധനം. ഇതിനെന്താ പറയാ പേര് നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ബർത്ത്ഡേക്ക് കാര്യങ്ങൾക്കും പിന്നെ ഇതേപോലത്തെ ഫെസ്റ്റീവ് സംഭവങ്ങളിലൊക്കെ ഇന്ന് കളർഫുൾ ആക്കാനാണ് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ജിംഗിൾ ബെൽസ് ഇതില്ലാതെ ഈ ഒരു ബെൽസ് ഇല്ലാതെ ആരെങ്കിലും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ബെൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ കുറേ ബോൾസ്. പക്ഷേ ഈ ബോൾസ് ഗ്രീൻ. അപ്പോൾ ഇത് കണ്ടോ ഭയങ്കര അട്രാക്ഷൻ ആയി വാങ്ങിച്ചാണ്. ഏതൊരു ബൈക്ക് പോയി ഗൈസ്. അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് പറ്റണം ഒന്നുകൂടെ പറയാം. ഈ ഒരു ബോൾസ് ഗ്രീൻ കളർ കാണാൻ നല്ല ഭംഗിയായിരുന്നു അത്. അപ്പോൾ പക്ഷേ പിന്നെയാണ് ഞാൻ ഓർത്തത് ഈ ട്രീയും ഗ്രീൻ ആണല്ലോ. ഇപ്പോഴാണ് ഞാൻ അതിനെ റിയലൈസ് ചെയ്യുന്നത്. അതുപോലെ ഗോൾഡൻ ബോൾസ് അങ്ങനെ വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പേടിക്കണ്ട, ഗോൾഡൻ ബോൾസ് ഒക്കെ നമുക്ക് ഉണ്ട്. അത് എല്ലാം കൂടെ നമുക്ക് കിട്ടുമ്പോൾ ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഒരു ക്യൂട്ട് സാധനം വാങ്ങിച്ചേട്ടോ. ഇതൊരു സ്നോമാൻ. നല്ല ഭംഗിയുണ്ട്. പക്ഷെ എലിക്കുട്ടിയെ പോലെ ഇരിക്കുന്നില്ലേ സ്നോമാനെ കാട്ടി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ വേറൊരു ക്യൂട്ട് സാധനം കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ക്രിസ്മസ് ട്രീ, ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ. നമുക്കത് ഈ പുൽക്കുണ്ട സൈഡിൽ അങ്ങനെ വയ്ക്കാം. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞ് ഒരെണ്ണം. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് മൊത്തം ഇങ്ങനെ വൈറ്റ് കളർ ഇങ്ങനെ വരുന്നുണ്ട്. കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ കുറേ വൈറ്റ് കളർ ഇങ്ങനെ
വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ മഞ്ഞ് വന്ന് വീണിരിക്കുന്ന പോലത്തെ ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ട് സാധനമായിട്ടുണ്ട്. അല്ല പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബെൽസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിച്ചതും പിന്നെ ഈ വർഷം വാങ്ങിച്ചതൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു സാന്ത അതൊക്കെയുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഉണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയിൽ വെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ബോൾസ് പിന്നെ അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇതൊക്കെ കാണില്ല നമുക്ക് ഈ കുറേ ഈ പ്രതിമകളൊക്കെ നമ്മൾ പുൽക്കുണ്ടുള്ളിൽ വെക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. അപ്പൊ എന്റെ ഈ ക്യാമറമാനും കൂടി ഇവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ രണ്ടുപേരും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീനെയാണ് ഇവിടെ സുന്ദര കുട്ടപ്പനാക്കാൻ പോകുന്നത്. ഇപ്പൊ കണ്ടില്ലേ വലിയ ഇതൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ലീവ്സ് എല്ലാം നല്ലോണം കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിനെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് മൊത്തത്തിൽ നമ്മുടെ ജിംഗിൾ ബെൽസും ബോൾസും ലൈറ്റും സ്റ്റാറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഡെക്കറേറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് നല്ലോണം ലൈറ്റ് ചുറ്റി വെച്ചിട്ട് അതിന് ചുറ്റും ചെയ്താൽ മതിയല്ലോ. ഇത് ഭയങ്കര പാടാണ്. ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ എടുക്കണം അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പം അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പണിപ്പെട്ട പണിയാണ്. നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു സ്റ്റാർ വെച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ സ്റ്റാർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മെരി ക്രിസ്മസ്. ഈ ഒരു സംഭവം നമുക്ക് ഏറ്റവും മുകളിൽ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഭയങ്കര രസം. ഇങ്ങനത്തെ നല്ല ഗിൽട്ടുള്ള ബോൾസ് അത് നല്ലൊരു ഭംഗിയാണല്ലേ. ഇത് ഇടുമ്പോൾ നല്ലൊരു ലൈറ്റും കൂടി പറയുമ്പോൾ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. നല്ല രസമാണ്. കണ്ടോ ഇങ്ങനെ എടുത്ത് കറങ്ങ. ഇത് കൊള്ളാം കേട്ടോ. ഇത് നമുക്കിങ്ങനെ വലിച്ച് ഇങ്ങനെ ആക്കി ഇത് സ്പ്രിങ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അവിടെ കൊണ്ടിടാം. ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഇട്ടോ എവിടെയെങ്കിലും നിന്റെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്. അത് എവിടെ വെച്ചാൽ കേട്ടോ. നമ്മളത് നമ്മൾ വിചാരിച്ചേ അത് ഈ മണി പ്ലാന്റ് ഈ സൈഡിൽ കെട്ടിയിട്ടത്. കാര്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇട്ടാൽ കറങ്ങാൻ സ്ഥലമാണ്. അതെ. എന്റെ ചെടി എവിടാ? എന്റെ ദൈവം, അമ്മ എന്റെ ചെടി എവിടെ പോയി? ഞാൻ വിറ്റതൊക്കെ അല്ല. പിന്നെ എന്റെ അമ്മയ്ക്ക് വേറെ ഒന്നും അറിയണ്ട. ഇത്രയും മനോഹരമായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ട് ഹായ് വാവ് എന്ന് പറയാൻ എന്റെ ചെടി എവിടെ നിന്ന് ഫസ്റ്റ് ചോദിച്ചത്. എന്റെ അമ്മ ഒരു ടിപ്പിക്കൽ പ്ലാന്റ് ലവർ ആയിപ്പോയി. പക്ഷെ എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതൊന്ന് അഴിച്ചു മാറ്റുമല്ലോ, അത് അത്ര നമുക്ക് ഇഷ്ടമല്ല. സാന്റ ക്ലോസ്. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ നമ്മൾ സാന്റേനെ കൂടെ എടുത്തോ. ഈ സ്റ്റാർ നിങ്ങൾ വീട്ടിൽ തൂക്കിക്കോളൂ. അത് പറയാൻ വേണ്ടി വന്നതല്ല. ഈ സ്റ്റാർ നമ്മൾ എവിടെ തൂക്കണം എന്നുള്ള സംശയത്തിലിരിക്കുക. ക്രിസ്മസ് ട്രീയിൽ തൂക്കണം. ആ ട്രീയിൽ ഇനി വല്ല സ്ഥലം ഉണ്ടാവോ എന്തെങ്കിലും ഇടാൻ? ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഇടുന്ന സാധനങ്ങളൊന്നും ക്രിസ്മസ് ട്രീയുടെ ഇല കാണാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ. അല്ല നമ്മുടെ വിചാരം ക്രിസ്മസ് ട്രീ ആയിട്ട് വെക്കണം. എന്ത് ചെയ്യാൻ? ഇത് ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ ഇടയിൽ എൻ്റെ അനിയത്തിനെ അവളുടെ ഒരു ക്രിസ്മസ് മെമ്മറി ഷെയർ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. വാ, പെട്ടെന്ന് പറയാം എന്തെങ്കിലും ഒരു ക്രിസ്മസ് ഒരു മെമ്മറി പറ. ക്രിസ്മസ് മെമ്മറി നമ്മൾ ഇത് തൊട്ടപ്പുറത്തൊരു വലിയ പുരട ഉണ്ട്. അവിടെ നിന്നാണ് ഈ ക്രിസ്മസ് ട്രീ പണ്ട് നമ്മൾ പറഞ്ഞില്ലേ കസരെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനും വേഗം പോയി അവിടെ കപ്പയുടെ ഇതൊക്കെ ഓടിച്ചോണ്ട് വരത്തില്ലേ. അവിടത്തെ ഉടമസ്ഥൻ വന്നപ്പോ അടിക്കുമല്ലോ ഇവള് ഈ സത്യങ്ങളൊക്കെ റിവീൽ ചെയ്ത. അവിടെ കുറെ കമ്പുകൾ തറ കിടക്കുന്ന കൊണ്ട് നമ്മളതൊക്കെ ചെത്തി വൃത്തിയാക്കി. അതെ ശരിയാ. അല്ല അത് ശരിയാ. അത് ഞാൻ ഓർക്കായിരുന്നു ആ ഇൻസിഡന്റ്. നമ്മളിവിടെ ഇതിന് നമ്മൾ ഈ കമ്പ് വെച്ചാണല്ലോ വൈക്കോല് എവിടെയെങ്കിലും പശു നമ്മൾ അത് ഭയങ്കര രസം. എന്റെ വീടിന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ നൈബർ. അപ്പൊ അവളും അവരുടെ വീട്ടിൽ ഈ സെയിം പുൽക്കൂട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനും അവളും എല്ലാവരും കൂടെ നമ്മൾ ഈ പശുള്ള വീട് അന്വേഷിച്ചു കുറച്ച് വൈക്കോല് ഒരു ആന്റീരിന്ന് വയ്ക്കാൻ. അതൊക്കെ ഒരു മെമ്മറി ആയിരുന്നു. നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ നമ്മളെല്ലാം റെഡിമെയ്ഡ് ആയി കേട്ടോ. കുറച്ചും കൂടെ ലെവലപ്പായി. പക്ഷെ ആ റെഡിമെയ്ഡ് സംഭവങ്ങള് ലൈക്ക് പറഞ്ഞപ്പോ അതിവിടെ മെമ്മറീസിൽ തരുന്നില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഇടാം. ഇപ്പൊ ടിപ്പിക്കലി നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ ഡെക്കറേറ്റ് ആയി കഴിഞ്ഞു. ഇനി വെക്കാൻ വലിയ സാധനങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക്
ഞാൻ എന്തായാലും ആ സൈഡിൽ കൂടെ പുൽക്കൂടിന്റെ പരിപാടിയും കൂടെ നോക്കാം. ഞാൻ പുൽക്കൂടിന്റെ രൂപങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ പുൽക്കൂടിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാർ തൂക്കും കേട്ടോ. പിന്നെ ഈ പുൽക്കൂടുണ്ടല്ലോ നേരത്തെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊന്ന് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തപ്പോൾ ശരിയായി. അതിന് അല്ലെങ്കിൽ ഇത് പുൽക്കൂടിന്റെ കാര്യം തീരുമാനമാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ രൂപങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇതൊക്കെ ആരാണ് കറക്റ്റ് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ വെക്കാം. കുഞ്ഞു കുഞ്ഞു ആടൊക്കെ ഉണ്ട്. ഈ ആടിന്റെ ഷേപ്പ് കണ്ടില്ലേ? ഈ ആടാണെന്ന് അറിയുന്നില്ല. എന്നാലും ഈ ആടിന്റെ ഷേപ്പിലുള്ള ഒരാളുണ്ട്. ശരിയാ, ഇല്ലാതെ ഉണ്ട്. ആ അതെ, ഇത് ആടിന്റെ ഷേപ്പ് ഉണ്ട്. ഇത് എന്തിന്റെ ഷേപ്പാന്ന് അറിയാം. ഇതൊരു ഷേപ്പ്ലെസ് ആടാണ്. കണ്ടോ ആട്ടിടയന്മാരെ കണ്ടോ? ഇത് ഇയാളുടെ ഈ ഒരു മനുഷ്യൻ ആട്ടിടയനെയാണ് തോളി വെച്ചിരിക്കുന്നത്. ആട്ടിടയനെയാണ് തോളി വെച്ചിരിക്കുന്നത്. അയ്യോ സോറി. ഈ ഒരു ആട്ടിടയൻ ആടിനെയാണ് തോളി വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ? എൻ്റെ നമ്മൾ ഈ ഗ്ലോറി നാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഏഞ്ചലിനെയും കൂടി അതിൻ്റെ ഉള്ളിൽ തൂക്കാം. മാറി ഏഞ്ചൽ നമ്മുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞു ക്രിസ്മസ് ട്രീ അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇന്നിപ്പോ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ മാറി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് Day 2 ആണ്. ഇന്നലെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇന്നലെ തന്നെ സെറ്റ് ചെയ്യണം വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് വേറെ സ്ഥലത്തൊക്കെ വയറൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇന്നലൊരു ചേട്ടൻ വന്ന് ചെയ്തു തരാനാണ് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വന്നില്ല, ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ള ചേട്ടൻ വന്ന് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. വീട്ടിൻ്റെ ടെറസിലും ഒരു സ്റ്റാറൊക്കെ ഇട്ടു, പിന്നെ പുൽക്കൂടിൻ്റെ അവിടെ സ്റ്റാറൊക്കെ ഇട്ട് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. അതിൻ്റെ പേരിൽ ഇന്ന് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഇന്നലത്തെ ലുക്ക് അവസാനം ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ LED ബൾബ് അല്ല LED സംഭവങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പുൽക്കൂടിൻ്റെയും ക്രിസ്മസ് ട്രീയുടെയും മുകളിൽ. പക്ഷേ അത് മാത്രമായിട്ട് കാണിക്കാനായിട്ട് തോന്നിയില്ല. കാര്യം സ്റ്റാർ കൂടെ ഒക്കെ ഇട്ടിട്ട് നല്ല കംപ്ലീറ്റ് ലുക്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാണ്ട് ഇന്ന് വെയിറ്റ് ചെയ്തത്. എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന സ്റ്റാറും ഇത് നമ്മൾ കഴിഞ്ഞ അവിടെ വാങ്ങിച്ച ഒരു സംഭവം, ഒരു മൂൺ പോലെ ഉണ്ടല്ലേ. ഇതൊരു സ്റ്റാറാണ്, പക്ഷെ കണ്ടാൽ ഭയങ്കര ഭംഗിയുണ്ടല്ലോ. കടയിൽ ഇങ്ങനെ ഒരുപാട് ഇതേപോലത്തെ മൂൺ പോലത്തെ ടൈപ്പ് സ്റ്റാർ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞോടെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ 2 സ്റ്റാർ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ കാണാൻ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ആൻഡ് നമ്മുടെ കുഞ്ഞു പുൽക്കൂട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് അഡ്വാൻസ് മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും വീട്ടിൽ ക്രിസ്മസ് ട്രീ കുഞ്ഞു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കമന്റ് ഇടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരപ്പോൾ ബൈ.